ആറാം ദശകം വിരാട് പുരുഷ സ്വരൂപവർണ്ണനം. വൃത്തം വസന്തതിലകം. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമഭിദേവരസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. അല്ലയോ ജഗദീശ്വര, വിരാട് സ്വരൂപമായി വർത്തിക്കുന്ന ഭഗവാന്റെ ഉള്ളങ്കാൽ പാതാളവും പുറവടികൾ രസാതലവും ഞെരിയാണികൾ മഹാതലവുമായിട്ടാണ് പറയപ്പെടുന്നത്. ജംഘേ തലാതലമധോസുതലം ച ജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഗനമംബരമംഗനാഭിഃ വക്ഷശ്ച ചക്രനിലയസ്തവ ചക്രപാണേ. ഭഗവാന്റെ രണ്ടു കാൽവണ്ണകൾ തലാതലവും കാൽമുട്ടുകൾ സുതലവും, രണ്ടു തുടകൾ വിതലം അതലം എന്നീ രണ്ടു ലോകങ്ങളും, അരക്കെട്ട് ഭൂലോകവും, നാഭിപ്രദേശം ഭുവർലോകവും, വക്ഷസ് സ്വർഗലോകവുമത്രേ. ഗ്രീവാമഹസ്തവ മുഖഞ്ജനസ്തപസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം. ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപി അന്യേർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. സമസ്ത ലോകസ്വരൂപിയായ ദേവന്റെ കഴുത്ത് മഹർലോകവും, മുഖം ജനലോകവും, നെറ്റി തപോലോകവും, ശിരസ് സത്യലോകവുമാണ്. സമസ്ത ലോകങ്ങളും വിരാട് പുരുഷന്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ തന്നെയാണ്. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ചന്ദാംസി കേശവഘനാസ്തവ കേശവാസാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. ലോകങ്ങളുടെയെല്ലാം കാരണഭൂതനായ ഹേ ഭഗവൻ, വേദങ്ങൾ അങ്ങയുടെ ശിരോമധ്യത്തിലുള്ള ബ്രഹ്മരന്ധ്രമെന്ന ദ്വാരമാകുന്നു. അല്ലയോ കേശവ, മേഘങ്ങൾ അങ്ങയുടെ കേശപാശങ്ങളും ബ്രഹ്മാവിൻ്റെ ഗേഹം പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പുരികക്കൊടികളും, രാപ്പകലുകൾ നേത്രരോമങ്ങളും സൂര്യൻ നേത്രങ്ങളുമാകുന്നു. നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷഃ കർണൗ ദിശോശ്വയുഗളം തവ നാസികേ ദ്വേ ലോഭത്രഭേജ ഭഗവന്നധരോത്തരോഷ്ഠൗ താരാഗണാശ്ച ദശനാശമനശ്ച ദംഷ്ട്രാ. സമസ്ത ലോകങ്ങളുടെയും സൃഷ്ടി അങ്ങയുടെ കടാക്ഷം കൊണ്ടുള്ള നോട്ടമാണ്. ദിക്കുകൾ അങ്ങയുടെ കർണങ്ങളും അശ്വിനി ദേവന്മാർ അങ്ങയുടെ നാസാദ്വാരങ്ങളുമത്രേ. അല്ലയോ ഭഗവൻ, തൃഷ്ണ, ലജ്ജ എന്നിവ അങ്ങയുടെ താഴെ ചുണ്ടും മുകളിലത്തെ ചുണ്ടുമാകുന്നു. നക്ഷത്രഗണങ്ങൾ അങ്ങയുടെ പല്ലുകളും യമൻ ദംഷ്ട്രകളുമാകുന്നു. മായാവിലാസഹസിതം ശുസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപംക്തിഃ സിദ്ധാദയസ്വരഗണാമുഖരന്ധ്രമഗ്നിർ ദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവഃ. സർവവിമോഹിനിയായ മായ അങ്ങയുടെ മന്ദസ്മിതമാകുന്നു. വായു അങ്ങയുടെ നിശ്വാസവും, ജലം ജിഹ്വയും, പക്ഷിസമൂഹം വാഗീന്ദ്രിയവും, സിദ്ധവിദ്യാധര ഗന്ധർവാദികൾ സപ്തസ്വരങ്ങളും, അഗ്നിദേവൻ വായയും, ദേവന്മാർ കൈകളും, ധർമ്മദേവൻ സ്തനങ്ങളുമാകുന്നു. പൃഷ്ടന്ധ്വധർമ്മ ഇഹ ദേവമനസ്സുതാംശുഃ അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിസമുദ്രനിവഹാവസനം തു സന്ധ്യേ ശേഭ പ്രജാപതിരസൗ വൃഷണൗ ച മിത്രഃ. അല്ലയോ ദേവ, ഇപ്രകാരം അധർമ്മമാകട്ടെ പൃഷ്ഠഭാഗവും ചന്ദ്രൻ മനസ്സുമാകുന്നു. അല്ലയോ അരവിന്ദാക്ഷ, ത്രിഗുണസാമ്യാവസ്ഥയായ പ്രകൃതി തന്നെയാണ് അങ്ങയുടെ ഹൃദയപത്മം. സപ്തസമുദ്രങ്ങൾ അങ്ങയുടെ ഉദരമാകുന്നു. രണ്ടു സന്ധ്യകളാകട്ടെ അങ്ങയുടെ വസ്ത്രമാകുന്നു. പ്രജാപതിയായ ബ്രഹ്മാവ് അങ്ങയുടെ ജനനേന്ദ്രിയവും
മിത്രൻ വൃഷണങ്ങളുമാണ്. ശ്രോണീസ്ഥലം മൃഗഗണാപതയോർനഗാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനന്തു കാലഃ വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുക്മചരണം കരുണാംബുദേ തേ. മൃഗസമൂഹങ്ങൾ അങ്ങയുടെ അരക്കെട്ടിൻ്റെ പിൻഭാഗവും ആന, ഒട്ടകം, കുതിര തുടങ്ങിയവ അങ്ങയുടെ കാൽനഖങ്ങളുമത്രേ. കാലശക്തി അങ്ങയുടെ നടത്തമാകുന്നു. അല്ലയോ കരുണക്കടലായവനെ, അങ്ങയുടെ മുഖസരോജം, ബാഹുക്കൾ, ഭംഗിയുള്ള തുടകൾ, ചരണങ്ങൾ എന്നിവ ബ്രാഹ്മണാദിവർണ്ണങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനങ്ങളുമാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നീ 4 വർണ്ണങ്ങൾ വിരാട് പുരുഷന്റെ മുഖം. ബാഹുക്കൾ, ഊരുക്കൾ, പാദങ്ങൾ എന്നീ അംഗങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നാണ് പുരുഷ സൂക്തം പറയപ്പെടുന്നത്. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലാഃ നാട്യസരിത്സമുദയസ്തവരശ്ചരോമാ ജീയാദിദം വപുരനിർവചനീയമീശ. അല്ലയോ ചക്രപാണി, ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സംസാരചക്രം അങ്ങയുടെ വ്യാപാര വിശേഷമാകുന്നു. വമ്പന്മാരായ അസുരന്മാരുടെ സമൂഹം അങ്ങയുടെ പരാക്രമം തന്നെ. പർവ്വതങ്ങൾ അങ്ങയുടെ അസ്ഥിസമൂഹവും നദീസമൂഹങ്ങൾ അങ്ങയുടെ നാഡികളും വൃക്ഷങ്ങൾ രോമങ്ങളുമാണ്. ഹേ ജഗദീശ്വര, വർണ്ണനയ്ക്ക് അതീതമായ അങ്ങയുടെ ഈ വപുസ് എന്നും ജയിക്കുമാറാകട്ടെ. ഈ ദൃഗ്ജഗന്മയ വപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹുഃ തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്തിരോഗാൻ. ഇപ്രകാരത്തിൽ സമസ്ത ലോകാത്മകമായ അങ്ങയുടെ രൂപം കർമ്മഫലമായ ശരീരം ധരിച്ചവർക്ക് കർമ്മങ്ങളുടെ അന്ത്യകാലം അടുത്തു തുടങ്ങുമ്പോൾ സ്മരിക്കാത്തതായി പറയുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, വിരാട് രൂപമായ ജഗത്തിൻ്റെ അന്തര്യാമിയായിരിക്കുന്നവനും ശുദ്ധ സത്വസ്വരൂപിയുമായ അങ്ങേക്ക് എൻ്റെ നമസ്കാരം ഭവിക്കട്ടെ. എൻ്റെ രോഗങ്ങളെ തടയണമേ. ഭഗവാന്റെ വിശ്വരൂപമാണ് ഈ ദശകം കൊണ്ട് വർണ്ണിച്ചിരിക്കുന്നത്. 14 ലോകങ്ങളും ഭഗവാന്റെ ദേഹത്തിൻ്റെ അവയവങ്ങൾ എന്ന് ആദ്യം വിവരിച്ച ശേഷം പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും ഭഗവാന്റെ അവയവങ്ങൾ തന്നെയെന്ന് സമർത്ഥിക്കുന്നു. ഈ രൂപം കർമാവസാന സമയത്ത് സ്മരണീയമായിട്ടുള്ളതാണ്. 6ാം ദശകം സമാപിച്ചു. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം.